ആ, റൈജി സിജോ കന്യാസ്ത്രീയുടെ സഹോദരി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ റൈജി സിജോയിലേക്ക് പോകുന്നു. റൈജി സിജോ, ഒരു താൽക്കാലിക ആശ്വാസമായല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരു താൽക്കാലിക ആശ്വാസമാണ്. എങ്ങനെ കാണുന്നു ഈ വിധിയെ? ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങള് ഈ ഒരു 9 ദിവസമായിട്ട് തീരിന്ന് ജീവിക്കുകയാണെന്ന് പറയാം. ഒരു പ്രാവശ്യം പറയും ഞങ്ങള് തിങ്കളാഴ്ച ജാമ്യം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് സമർപ്പിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സെഷൻ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ജാമ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്നെ കോടതിയിലേക്ക് വെക്കാൻ പറഞ്ഞു. നമ്മള് അത് വെച്ചു. അപ്പൊ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പഴും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ജാമ്യം കിട്ടിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത്, കാരണം സത്യം ജയിക്കുക തന്നെ ചെയ്യും. എത്ര മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അത് കൂടാതെ തന്നെ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു കേരളത്തിലെ ഒരു ജനത മൊത്തം ഒരു രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമുക്ക് ഒപ്പം നിന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനൊപ്പം നിന്നു. അവർക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടി. ഞങ്ങൾക്കറിയാം ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ നീതി കിട്ടുക തന്നെ വേണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് FIR റദ്ദാക്കുക എന്നാണ്. അപ്പൊ അതിന് ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇതൊരു ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. റൈജി സിജോ, ഇന്നിപ്പോൾ ജാമ്യം കൊടുത്ത വിധിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ട് മാത്രമാണ് കേസെടുത്തത് എന്നാണ്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പരാമർശമാണ്. പക്ഷേ കേസ് കിടക്കുന്നത് NIA കോടതിയിലാണ്. 2 ആഴ്ച കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുകയും ഒപ്പുവെക്കുകയും വേണം. ജീവിതത്തിൽ ഇന്നോളം റൈജി സിജോ, നമ്മളുടെ സഹോദരിമാർ, അതായത് ഈ പ്രീതി സിസ്റ്റർ ആവട്ടെ, വന്ദന സിസ്റ്റർ ആവട്ടെ, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ കയറിയിട്ടേ ഇല്ലല്ലോ. ഇനി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കുറ്റവാളികളെ പോലെ ഈ വേഷം ധരിച്ചവർ ജയിലിൽ പോയി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ആശങ്കപ്പെടുത്തുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നില്ലേ നിങ്ങളെ? ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഏത് ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സംശയാസ്പദമായിട്ട് ഏത് നിരപരാധികളെയും നമുക്ക് ശിക്ഷിക്കാമെന്നും കോടതിയിൽ ഹാജരാക്കി ഇതുപോലെ റിമാൻഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇത്ര ദിവസം കിടത്താമെന്നുമാണ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതിൽ നിന്ന്. അതൊരിക്കലും പാടില്ല. ഇപ്പൊ ഞാൻ സിസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒത്തിരി അസുഖമുള്ളവരാണ്. എന്റെ ചേച്ചിക്കാണെങ്കിൽ ആർത്രൈറ്റീസ് ഉണ്ട്, 6 മന്ത് കൂടുന്ന റിവ്യൂ ഉണ്ട്, മെഡിസിൻ എടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ അവരൊരു സമർപ്പിത ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇത്തരം സഹനങ്ങളൊക്കെ ഉണ്ടാകും എന്നറിയാം. പക്ഷെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇത്ര വലിയ കുറ്റങ്ങളൊന്നും അല്ലല്ലോ ചെയ്തത് സർ. നമുക്കൊരു ഇപ്പൊ 20 ദിവസം കൂടുമ്പോൾ പോയി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവര് രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇത്രയധികം ഈ ഒരു 9 ദിവസം അവര് ജയിലിൽ കിടന്നത് തന്നെ നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നിയമമായിട്ട് ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ഞങ്ങളുടെ കന്യാസ്ത്രീമാർക്ക്, ഞങ്ങളുടെ ചേച്ചിമാർക്ക് ഉണ്ടായ ഒരു സംഭവം വേറെ ആർക്കും, നമ്മുടെ ഇന്ത്യയിലെ വേറൊരാൾക്കും വരരുത്. റൈജി അതിന് സിജോ, ഞങ്ങൾ ഇന്ന് നിയമമായിട്ട് KCBCയുടെ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതുകൊണ്ട് വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണം വേണം. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളോട് സഭയെടുത്തിരിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് ഇന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഓടിക്കൂടിയവരെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് റൈജി സിജോ? ഞാൻ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാല് BJPയുടെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും LDFന്റെ നേതാക്കളാണെന്നുണ്ടെങ്കിലും സഭാധ്യക്ഷന്മാരാണെങ്കിലും എല്ലാവരും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ MLA അങ്കമാലി MLA മിസ്റ്റർ റോജി M. ജോൺ ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലെ ചേട്ടൻ ഈ ഒന്നിനും ഒരു തീർപ്പ് ആകാതിരുന്നപ്പോൾ ചേട്ടൻ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളോ ഒരു ഭാഷയോ അറിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഇതൊക്കെ കണക്കിലെടുത്ത് MLA ആദ്യം അവിടെ എത്തി. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ചെല്ലേണ്ട സമയത്ത് ഒരു കാറൊക്കെ അറേഞ്ച് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ആള് കൊണ്ടുപോയി. ഇത്രയും നേരം വരെ ഈ ഒരു ജാമ്യം കിട്ടുന്നത് വരെ ഞങ്ങളുടെ ഒപ്പം നിന്നു.
ഞങ്ങളുടെ ഒരു സഹോദരൻ, ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു സഹോദരനായിട്ട്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഈ ഒരു പ്രശ്നം വേണമെങ്കിൽ നമുക്ക് തേഞ്ഞു മാഞ്ഞു പോകാമായിരുന്നു, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകാമായിരുന്നു. പക്ഷേ ഇത്രയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ മാധ്യമ പ്രവർത്തകരും സഭയൊക്കെ ഒന്നടങ്കം ഏറ്റെടുത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് ഇത്രയും പെട്ടെന്നല്ല ഇത്രയും ഒരു നീക്കുപോക്കുണ്ടായി. അത് വളരെ കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അറിയാത്തതും അറിയുന്നവരുമായിട്ടുള്ള ഒത്തിരി പേര് ഈ ഒരു പ്രശ്നം ഇതുപോലെ. എനിക്ക് പറയാനുള്ള പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തില് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തിനും നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് നീതി നേടിയെടുക്കാം. Debate with Dr. Arun Kumar.